അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് കേട്ടാൽ നാവിൽ വെള്ളം വരാത്ത മലയാളികൾ കുറവാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ഭഗവാന് നിവേദിക്കുന്ന പായസമാണ് ഇത്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പേ രാവിലെ 8 മണിക്കാണ് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സ്പോട്ട് ടിക്കറ്റ് ഉണ്ട്. അതായത് ദിവസം വരുന്ന ഭക്തർക്ക് പായസം ലഭിക്കാൻ വേണ്ടി രാവിലെ ഒരു 9-9:30 വന്ന് ലൈനിൽ വെയിറ്റ് ചെയ്താൽ 11 മണിക്ക് 1 ലിറ്റർ ടിക്കറ്റ് ഉണ്ട് കുറേ പേർക്ക്. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് 1:30 കഴിയുമ്പം ബാലൻസ് ഉള്ള പായസം 1/2 ലിറ്റർ വെച്ച് അങ്ങനെ സഫീഷ്യൻ്റ് ആയിട്ട് പായസം കൊടുക്കുന്നുണ്ട്. അതാണ് പാൽപ്പായസത്തിൻ്റെ വിതരണ രീതി. ബ്രാഹ്മണൻ ഭരിച്ചിരുന്ന കേരളത്തിലെ ഒരേയൊരു രാജ്യമായിരുന്നു ചെമ്പകശ്ശേരി. ചെമ്പകശ്ശേരി രാജാവിന്റെ മുൻപിൽ സന്യാസി രൂപത്തിൽ വന്ന ഭഗവാൻ കൃഷ്ണൻ രാജാവുമൊത്ത് ചതുരംഗം കളിക്കാനിരുന്നു. പരാജയപ്പെട്ടാൽ ചതുരംഗക്കളത്തിലെ 64 കളികളിലും നെല്ല് പ്രതിഫലമായി നൽകണമായിരുന്നു. ഓരോ കളി കഴിയുമ്പോഴും ഇരട്ടിക്കുന്ന രീതിയിലാണ് നെല്ല് നൽകേണ്ടിയിരുന്നത്. പക്ഷേ പരാജയപ്പെട്ട് കളി നിർത്തുമ്പോഴാണ് അത് ഭീമമായ അളവാണെന്ന് രാജാവിന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അത്രയും നെല്ല് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ സമയം യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ഒരു ഉപാധി വെച്ചു. കടം വീട്ടുന്നതുവരെ ഈ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സൗജന്യമായി പാൽപ്പായസം വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. രാജാവ് അത് അംഗീകരിച്ചു. അന്നു മുതലാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പായസം നിവേദിക്കാൻ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഭക്തർക്ക് പാൽപ്പായസം വിതരണം ചെയ്യുന്നത്. ഭഗവാന് നിവേദിച്ച ശേഷമാണ് ജനങ്ങൾക്ക് പായസം വിതരണം നടത്തുന്നത്. പാൽപ്പായസം ലഭിക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഓരോ ദിവസവും 230 ലിറ്റർ പായസമാണ് തയ്യാറാക്കുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുന്നവർ ഭഗവാന്റെ ഈ കഥ കൂടി ഓർത്തെടുക്കുമ്പോൾ രുചി കൂടുക തന്നെ ചെയ്യും. തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.